السلام عليكم ورحمة الله. مرادي يا مرادي يا مرادي مرادي شاء قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله സുൽത്താനി. സഹോദരങ്ങളെ, ഖുശൂഇനെ കുറിച്ചായിരുന്നു നാം പറഞ്ഞത്. മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങളാണ്. ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരാൻ പ്രത്യേകമായി അനുവദിച്ച സമയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചു പോയ നിസ്കാരങ്ങൾ, ആത്മാർത്ഥതയില്ലാതെ ചെയ്തു പോയ ഇബാദത്തുകൾ, അതൊക്കെ വലിയ പാപങ്ങളായി അവശേഷിക്കുകയാണ്. ഈ മഗ്ഫിറത്തിൻ്റെ നാളുകളിൽ അള്ളാഹു അവയെല്ലാം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിമറിക്കുന്നത്. ചെയ്ത തിന്മകൾ നന്മകളായി മാറ്റിമറിക്കും. അക്കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളിൽ അതിനായി നമുക്ക് ദുആ ചെയ്യാം. സഹോദരങ്ങളെ, മുമ്പ് നാം പറയുകയുണ്ടായി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസംഗം. ഒരാൾ അയാളുടെ താടി നരച്ചു പോകും, അയാളുടെ ഒരു നിസ്കാരം പോലും പൂർണ്ണമായിട്ടില്ല, ആ രീതിയിൽ. അപ്പോൾ ശ്രോതാക്കളിൽ ഒരാൾ ചോദിച്ചു, അതെങ്ങനെയാണ്? ലാ യുത്തിമ്മു ഖുശൂഅഹ വലാ ഇഖ്ബാലഹു അലല്ലാഹി ഫീഹാ. അവൻ ആ നിസ്കാരത്തിലെ ഖുശൂഅ് പൂർത്തിയാക്കിയില്ല. വതവാളുഅഹ, നിസ്കാരത്തിൽ വേണ്ട താഴ്മ, അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്ന്നവനാവുക, അത് പൂർത്തിയാക്കിയില്ല. അള്ളാഹുവിൻ്റെ നേർക്ക് മനസ്സും അവയവങ്ങളുമൊക്കെ തിരിച്ചു നിർത്തുക, അത് പൂർത്തിയാക്കിയില്ല. അങ്ങനെയാണ് അവൻ നിസ്കരിച്ചത്. അതുകൊണ്ടാണ് 60-70 വയസ്സ് വരെ നിസ്കരിച്ചിട്ട് പോലും ഒരു 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്തത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അവിടെയൊക്കെ ഖുശൂ ആണ് സഹോദരങ്ങളെ കഥാപാത്രം. അതിൻ്റെ അഭാവമാണ് നിസ്കാരം വിഫലമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, 2 പേരും നിസ്കരിക്കും. റുകൂഉഹുമാ വസുജൂദുഹുമാ വാഹിദ്. പ്രത്യക്ഷത്തിൽ 2 പേരുടെയും റുക്കൂ ഒന്നാണ്, 2 പേരുടെയും സുജൂദ് ഒന്നാണ്. പക്ഷേ അവർ 2 പേരുടെയും നിസ്കാരങ്ങൾ തമ്മിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യതിയാനമുണ്ട്, അത്രമാത്രം വ്യത്യാസമുണ്ട്. കാരണം ഒരു നിസ്കാരത്തിൽ ഖുശൂ ഉണ്ട്, മറ്റേ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല, മനസ്സാന്നിധ്യമില്ല, ആരെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധമില്ല, ഞാൻ ആരാണെന്ന ബോധമില്ല. മറ്റേതൊക്കെയോ ചിന്തകളിലൂടെ വിഹരിച്ച്, അതല്ലെങ്കിൽ നിർവികാരനായി എന്നോ ശീലിച്ച ശീലം നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ആ നിസ്കാരമാകുന്നില്ല. ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു തആല അഹ്ലുൽ ബൈത്തിൽ പ്രധാനിയാണ്. മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, നിസ്കാരം മുഴുവനും സ്വീകരിക്കപ്പെടുന്നതുണ്ട്, പകുതി സ്വീകരിക്കപ്പെടുന്നതുണ്ട്, 1/3 ഭാഗം സ്വീകരിക്കപ്പെടുന്നതുണ്ട്, 4/1 ഭാഗം സ്വീകരിക്കപ്പെടുന്നതുണ്ട്. ആ നിസ്കാരത്തിൻ്റെ 10/1 ഭാഗം മാത്രം സ്വീകരിക്കപ്പെടുന്നതുണ്ട്. അതുപോലെ
ഇന്ന മിൻഹാ ലമാ യുലഫു കമാ യുലഫു സൗബുൽ ഖലിഖ് ഫയുളറബു ബിഹി വജ്ഹു സാഹിബിഹാ. അതുപോലെ നിസ്കാരത്തിൽ പഴയ വസ്ത്രം ചുരുട്ടിക്കൂട്ടി നിസ്കരിച്ചവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന തരത്തിലുള്ള നിസ്കാരം, അങ്ങനെ പഴയ വസ്ത്രം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയപ്പെടുന്ന പോലെ ആ നിസ്കാരം നിസ്കരിച്ചവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും. അത്തരം നിസ്കാരവും ഉണ്ട് എന്ന് മഹാനവറുകൾ പറയുകയുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, എവിടെയാണ് പ്രശ്നം? പ്രശ്നം ഖുശൂ ആണ്. അത് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഖുശൂ എന്നാൽ സാവധാനം നിസ്കരിക്കുക എന്നല്ല. സഹാബാക്കളുടെ കൂട്ടത്തിൽ വേഗം നിസ്കരിക്കുന്നവരുണ്ടായി. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു, അതുപോലെ ഒരു കൂട്ടം സഹാബികൾ അവർ പെട്ടെന്ന് നിസ്കരിക്കുമായി. കാനു അഹഫന്നാസി സ്വലാത്ത്. അവർ അതിന് കാരണം പറഞ്ഞത് നുബാദിറു ബിഹാ വസ്വസത ശൈത്താൻ, പിശാചിൻ്റെ വസ്വാസ് വരുന്നതിന് മുമ്പേ നിസ്കാരം പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അവരുടെ ബോധത്തിന് ഒരു തകരാറും സംഭവിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന ബോധം, അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണെന്ന ബോധം, അള്ളാഹുവിൻ്റെ മുമ്പിൽ പാവമാവുക, താഴ്ന്നവനാവുക, ഖേദം പ്രകടിപ്പിക്കുക, ദുഃഖം പ്രകടിപ്പിക്കുക, ഇതെല്ലാം ഒട്ടും കുറയാതെ തന്നെ അവരുടെ ആ നിസ്കാരങ്ങളിലുണ്ടായി. മനസ്സാന്നിധ്യമാണ് ഖുശൂഇന് പ്രധാനം. സാവധാനം നിസ്കരിച്ചു. മനസ്സ് പല ചിന്തകളിലൂടെ വിഹരിച്ചുകൊണ്ട് എത്ര തന്നെ സാവധാനം നിസ്കരിച്ചാലും അതൊന്നും ഖുശൂഉള്ള നിസ്കാരമാവുകയില്ല. തഅവ്വദൂ മിൻ ഖുശൂഇൻ നിഫാഖ്. ഇമാം അലിയും കറമല്ലാഹു വജ്ഹഹു പറഞ്ഞിട്ടുണ്ട്, കാപട്യം നിറഞ്ഞ ഖുശൂഅ്. അതെങ്ങനെ? പ്രത്യക്ഷത്തിൽ വലിയ ഖുശൂഅ് ഉള്ളതായിട്ട് തോന്നും, മനസ്സ് പല ചിന്തകളിലൂടെ വിഹരിക്കുകയാണ്. ഇതാണ് കാപട്യം നിറഞ്ഞ ഖുശൂഅ്. അതിനെ തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കണമെന്നാണ് ഇമാം അലിയും കറമല്ലാഹു വജ്ഹഹു പറഞ്ഞത്. അപ്പോൾ വേഗത്തിൽ നിസ്കരിക്കുക എന്നോ സാവധാനം നിസ്കരിക്കുക എന്നോ അതൊന്നുമല്ല. എത്ര കണ്ട് മനസ്സാന്നിധ്യം കൊടുക്കാൻ കഴിയും, അങ്ങനെ മനസ്സാന്നിധ്യം കൊടുത്തുകൊണ്ട്, അത് ചിലപ്പോൾ സാവധാനം നിസ്കരിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരായത്ത് തന്നെ പല ആവർത്തി ഓതിക്കൊണ്ടായിരിക്കാം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, പല മഹാന്മാരും ഒരു 2 റക്അത്ത് കൊണ്ട് സുബ്ഹ് വരെ നിസ്കരിച്ച, ഒരു 2 റക്അത്ത് നിസ്കരിച്ച ചരിത്രങ്ങൾ പല മഹാന്മാരുടേതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖുർആനോത്ത് തുടങ്ങിയാൽ അള്ളാഹുവുമായുള്ള ആ സംഭാഷണത്തിൽ ഖുർആനിലെ ഓരോ വചനങ്ങൾ വരുമ്പോൾ അവരങ്ങനെ അത് ആവർത്തിച്ച് മതിമറന്ന് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി തുടങ്ങിയ പാരായണം ഈ ആയത്തെത്തിയപ്പോൾ സുബ്ഹ് വരെ അത് തന്നെ ഓതിക്കൊണ്ടിരുന്നു എന്ന്. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ അതിനുള്ള നന്ദി എന്നോണം അള്ളാഹുവിനോട് സംസാരിക്കുന്ന വാചകമാണത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണം ചെയ്തു, അനുഗ്രഹം ചെയ്തു. സമൂമെന്ന് പറയുന്നതായ നരകത്തിലെ ആ കഠിനവും കഠോരവുമായ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി എന്ന് നന്ദിപൂർവ്വം സ്മരിക്കുന്ന വാചകം അതങ്ങനെ ആവർത്തിച്ചുകൊണ്ട് സുബ്ഹ് നേരം പുലർത്തും. അതൊക്കെ ഖുശൂഇൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഖുശൂഅ്? അത് മനസ്സാന്നിധ്യം. അത് വേഗത്തിൽ നിസ്കരിക്കുക എന്നോ സാവധാനം നിസ്കരിക്കുക എന്നോ ഒന്നുമല്ല അതിനർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. ഒരാളുടെ നിസ്കാരം തിന്മയെ തൊട്ട് താന്തോന്നിത്തരങ്ങളെ തൊട്ട് അവനെ തടഞ്ഞില്ലെങ്കിൽ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അവൻ്റെ നിസ്കാരം കൊണ്ട് അവൻ അല്ലാഹുവുമായി കൂടുതൽ കൂടുതൽ അകലുകയാണ് ചെയ്തത് എന്ന്. നിസ്കാരം തിന്മകളെ തൊട്ട് തടയുന്നത് എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം. അത് ഓരോ നിസ്കാര സമയത്തും മനസ്സിൽ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ബോധം ഓരോ നിമിഷവും പുതുതായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനൊരിക്കലും തിന്മകളിലേക്ക് നീങ്ങുകയില്ല. സഹോദരങ്ങളെ, ഇതാണ് ഖുശൂഅ്. ഇതിന് വേണ്ടത് നാം ഇന്നലെ പറഞ്ഞ പോലെ ഹക്കായ ഒരു ശൈഖിനെ കണ്ടെത്തുക. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ ആ കാര്യം അവിടുത്തെ ശിഷ്യഗണങ്ങളെ ബോധ്യപ്പെടുത്തി ഈ രീതിയിൽ മഹാനവറുകളുമായി ബന്ധപ്പെടുകയും മഹാനവറുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുകയും പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്ത് കലിമത്തു തൗഹീദ് നിലനിർത്തുന്നതായ അവസ്ഥ മഹാനവറുകൾ ഒരുപാട് ആളുകൾക്ക് നൽകുകയും ചെയ്തു. അവർ നിസ്കാരത്തിൽ ഖുശൂ അനുഭവിച്ചു. അതവർക്ക് അനുഭവവേദ്യമായി. ആ രീതി അതുപോലെ പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ആലുവ ജീലാനി ഷരീഫിൽ വന്ന് മഹാനവറുകളുമായി ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്ത് കലിമത്തു തൗഹീദ് നിരന്തരമായി മനസ്സിൽ നിലനിർത്തുന്നതായ ഒരവസ്ഥ ഉണ്ടാക്കി. സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ചും തിരുദൂതരെക്കുറിച്ചുമുള്ള ആ ബോധം, ആ സ്മരണ, ആ ഗാംഭീര്യം, അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതായ ഒരവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നിസ്സംശയം നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും സഹോദരങ്ങളെ. അപ്പോഴാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ വ മുനാജാത്തു റബ്ബിൽ ആലമീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം യാഥാർത്ഥ്യമാകുന്നത്. നിസ്കാരം എന്നാൽ മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ്. മിഅ്റാജിൽ എന്താണ് സംഭവിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു. വ മുനാജാത്തു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. അത് രണ്ടുമാണ് മിഅ്റാജിൽ നടന്നത്. അവിടുത്തെ ഉമ്മത്തായ പാവം നമുക്ക് നിസ്കാരത്തിലുടനീളം മിഅ്റാജിൻ്റെ അനുഭവം തരാൻ സന്നദ്ധനായിരിക്കുകയാണ് അള്ളാഹു. തിരുദൂതരുടെ അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് അള്ളാഹു നൽകിയ ഈ പ്രത്യേകത, അത് സഹോദരങ്ങളെ അനുഭവിക്കാൻ നാം
ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ കാണുക, മഹാനവറുകളുമായി ആത്മബന്ധം സ്ഥാപിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം യഥാർത്ഥ മേറാജും മുനാജാത്തുമാക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.